ായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസൈക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹമായി ഒരു ജീവിത വഴി നിശ്ചയിച്ചു. ആ ജീവിത വഴിക്ക് സമാധാനം എന്ന് അവൻ പേര് നൽകി, ഇസ്ലാം. ആ സമാധാനത്തിൻ്റെ വഴി നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ബാലൻസ് നൽകുമെന്ന് അവൻ നമ്മെ ഉപദേശിച്ചു. ആ ദീനിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ വരുത്തുന്ന വീഴ്ചകൾ നിങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടാക്കുമെന്നും അത് കുഴപ്പത്തിനും അസ്വസ്ഥതയ്ക്കും കാരണമായിത്തീരുമെന്നും അവൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി. അങ്ങേയറ്റത്തെ കരുണാവാരിധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചത് എന്ന് അവൻ തന്നെ വിശേഷിപ്പിച്ച മനുഷ്യൻ്റെ അന്തസ്സ് ഒരു കാരണവശാലും ഉടഞ്ഞുകൂടാ, അത് സംശയാസ്പദമായിക്കൂടാ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിനാൽ നിങ്ങൾ എൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് അവൻ സ്നേഹബുദ്ധ്യ നമ്മെ ഉപദേശിക്കുന്നു. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനൽ ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. സൂറ ഇസ്രായിൻ്റെ 70-ാമത്തെ ആയത്ത്. അള്ളാഹു ആദം പുത്രനെ, മനുഷ്യനെ അള്ളാഹു ആദരിക്കുകയും അവനെ കരയിലും സമുദ്രത്തിലും അവൻ പരത്തുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് മെച്ചപ്പെട്ട ജീവിത വിഭവങ്ങൾ നൽകുകയും അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ പദവി നൽകി അവരെ അവൻ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളുടെ മനുഷ്യൻ അവൻ്റെ പരിധികൾ ലംഘിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ്റെ പരിധികൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ഈ ആദരവിൻ്റെ അവസ്ഥയിൽ നിന്ന് അവൻ നിന്ദ്യതയുടെ അവസ്ഥയിലേക്ക്, പലപ്പോഴും അവൻ്റെ മാന്യത, അവൻ്റെ അന്തസ്സ് ആളുകൾ സംശയിക്കുന്ന ഒരു പതിതാവസ്ഥയിലേക്ക് അവൻ വീഴാൻ ഇടയാകുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അള്ളാഹു പറയുകയാണ്, മനുഷ്യനെ അവൻ ഏറ്റവും ഉത്തമമായൊരു മോൾഡിലാണ്, ഉത്തമമായ ഒരു ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അവൻ നിന്ദ്യരിൽ നിന്ദ്യനായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതായത് അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിരുകവിച്ചിലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപരിഹാര്യമായ പ്രശ്നക്കയത്തിൽ മനുഷ്യൻ അകപ്പെടും. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്താണ് പരിഹാരം എന്ന് കാണാതെ ഉഴറേണ്ടുന്ന ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. പലപ്പോഴും കുട്ടികളായ വളരെ ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതികൾ ഒപ്പിച്ച് പ്രശ്നങ്ങളിൽ അകപ്പെട്ടതിന് ശേഷം മുതിർന്നവർ അതറിയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചൊട്ടുവിദ്യകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിച്ച് കളയാമെന്ന് വിചാരിച്ച് ഏർപ്പെടുത്തുന്ന പരിഹാരങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. ഇപ്രകാരം മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ തന്നെ ദുശ്ചെയ്തികളാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിഹാരങ്ങൾ പ്രശ്നത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. സാംസ്കാരിക രംഗത്ത് സ്ത്രീകളായ ആളുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നാമുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടി എന്നാണ്
കേരളീയ സമൂഹം പറയുന്നത്. അത്ര വലിയ ഒരു ഞെട്ടൽ ആവശ്യമുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും ചെറിയ കുട്ടികളുടെ ഉദാഹരണം തന്നെ പറഞ്ഞാൽ, കുട്ടികളെ കളിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മുടെ പിറകിൽ വന്ന് ഠോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഞെട്ടിയതായിട്ട് കാണിക്കാറുണ്ട്. അതുപോലെ ഒരു ഞെട്ടലാണ് ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന് ഉള്ളത്. മലീമസമായ സാംസ്കാരിക രംഗത്ത് നടക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നറിയാത്ത വിഡ്ഢികളൊന്നുമല്ല പൊതുജനം. പക്ഷേ ഉണ്ട് എന്ന് അവർ കരുതുന്ന, ആശങ്കിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന്, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു കമ്മിറ്റി തന്നെ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം ഒരൽപ്പം ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ മേഖലയായി എണ്ണപ്പെടുന്ന സിനിമാ മേഖലയിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരത്തിന് പോലും നിരക്കാത്ത വിധത്തിൽ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും പിച്ചിച്ചീന്തപ്പെടുന്നു എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠങ്ങളും അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം വഴി നൽകിയ വിശദാംശങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ചില പാഠങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെതായ സവിശേഷമായ കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരിക്കലും ഒരു പാപമായല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ എണ്ണുന്നത് പ്രപഞ്ചത്തിലെ അലങ്കാരങ്ങളിൽപ്പെട്ട, സീനത്തുകളിൽപ്പെട്ട കാര്യമായാണ്. സുയ്യന ലിന്നാസി ഹബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിരിൽ മുഖന്തറ എന്ന് തുടങ്ങുന്ന സൂറ ആല ഇമ്രാനിലെ ആയത്തിൽ പറയുന്നത് പ്രപഞ്ച ജീവിതത്തിൽ ഇണകളോടുള്ള ആകർഷണം, സ്ത്രീകളോട്, കുട്ടികളോടുള്ള അവരോടുള്ള സ്നേഹവായ്പ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഇണകളോടുള്ള ആകർഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അലങ്കാരമായി അള്ളാഹു നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം വിശുദ്ധ ഖുർആൻ നമ്മെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ഈ അലങ്കാരം ശരിയായ അളവിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹു നിശ്ചയിച്ചു തന്ന ചില പരിധികൾ, അതിരടയാളങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം. ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ധാരണ സാമൂഹ്യ മര്യാദകൾ, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള മര്യാദകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം പാലിക്കേണ്ടതാണ് എന്നാണ്. അങ്ങനെയല്ല. ഇസ്ലാമിലെ ഹിജാബിനെ സംബന്ധിച്ച നിയമങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് പല പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ അത് കേവലം ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമല്ല. മറിച്ച് മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ സൂക്ഷ്മതലം തൊട്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ വലിയ വലിയ തലങ്ങൾ വരെ വ്യത്യസ്ത ലിംഗത്തിലുള്ള ആളുകൾ പരസ്പരം ഇടപഴകുമ്പോൾ അവർ പാലിക്കേണ്ടുന്ന മര്യാദകൾ എന്ത്, എങ്ങനെയാണ് മാന്യതയോടുകൂടിയ പരസ്പര ആദരവോടുകൂടിയ ബന്ധം അവർക്ക് സാധ്യമാകാം എന്നത് സംബന്ധിച്ച അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന അതിൽ ഇസ്ലാം നൽകിയ നിർദ്ദേശങ്ങളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 10 വയസ്സായാൽ കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അവർ ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ അവർ വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ നിങ്ങൾ വേർതിരിച്ച് കിടത്തുകയും ചെയ്യണം എന്നുള്ളത്, സഹോദരങ്ങളാണെങ്കിൽ പോലും. അത്തരം സൂക്ഷ്മാംശങ്ങളിൽ തുടങ്ങി പിന്നീട് അതിങ്ങനെ സ്പൈറലി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. അതിനാൽ നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാന്യതയും അന്തസ്സും സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില മര്യാദകൾ പാലിക്കണം. സംസാരത്തിൽ നിങ്ങൾ ചില സൂക്ഷ്മതകൾ നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം. നിങ്ങൾ വായനോട്ടക്കാരായി മാറരുത്. പുരുഷന്മാരെ, സ്ത്രീകളെ എന്ന് പേര് വിളിച്ചുകൊണ്ട് തന്നെ സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് ദൃഷ്ടികൾ താഴ്ത്തണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്നുള്ളിടത്ത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കേവലം വസ്ത്രങ്ങൾ അണിഞ്ഞതുകൊണ്ട് മാത്രം മനുഷ്യൻ്റെ പരസ്പരമുള്ള ആകർഷണം ഇല്ലാതാവുക എന്നത് സാധ്യമല്ല എന്നതോടൊപ്പം തന്നെ നഗ്നതകൾ ഒരുപക്ഷെ പൂർണ്ണമായും മറക്കണമെന്നില്ല ആളുകളുടെ ശരീരപ്രകൃതി അനുസരിച്ച്. അതിനാൽ കണ്ണുകൾ എവിടേക്കും ഫ്രീയായി പായിക്കുക എന്നുള്ളത് ആവരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവം എന്ന അർത്ഥത്തിലാണ് അള്ളാഹു സൂറത്ത് നൂറിൽ അത് വിശദീകരിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ സംസാരത്തിൻ്റെ കാര്യത്തിൽ
നിങ്ങളെപ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണോ ഇതിലുള്ള നിയമങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കൃത്രിമമായ ഒരു ഏകഭാവം, കൃത്രിമമായ ഒരു തുല്യത, മനുഷ്യത്വ വിരുദ്ധമായ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലുള്ള തുല്യത യഥാർത്ഥത്തിലില്ല. സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രകൃതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ലൈംഗികമായ താല്പര്യങ്ങളിൽ പോലും വ്യത്യാസമുണ്ട്. ശാരീരികമായ ആകർഷണങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ലോകത്തിലെ ആദിമ സമൂഹങ്ങൾ തൊട്ട് തന്നെ എപ്പോഴും സ്ത്രീകളെപ്പോഴും പീഡിപ്പിക്കപ്പെടാൻ അവസരങ്ങളുള്ളതിനാൽ അവരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, സവിശേഷമായ സുരക്ഷ അവർക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരുടെ സമൂഹത്തിലും തീരുമാനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു തുടർച്ചയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൊണ്ടുവന്ന് തന്ന മുഹമ്മദിയ ശരീഅത്തിലും ഇത്തരം നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അതിനാൽ വേഷങ്ങളുടെ കാര്യത്തിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല. നിങ്ങളുടെ തലകൾ മറക്കണം, ശിരോവസ്ത്രങ്ങൾ നിങ്ങളുടെ മാറിലേക്ക് നിങ്ങൾ താഴ്ത്തിയിടണം. ആ ആയത്തുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ വ്യാഖ്യാനമനുസരിച്ച് സ്ത്രീകളായ ആളുകളോട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾ വെളിപ്പെടുന്ന രീതിയിൽ, അവയുടെ സ്ട്രക്ചർ മനസ്സിലാവുന്ന രീതിയിൽ ആവാതിരിക്കണം നിങ്ങളുടെ വേഷം. അസ്മാ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരിക്കലും നിഴലടിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകരുത്. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. സൂറ ഹിസാബിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരോട്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നൽകപ്പെട്ട നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇനിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി. നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ സോഫ്റ്റായ രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. സോഫ്റ്റായ രീതിയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന പ്രകൃതത്തിൽ സംസാരിക്കണമെന്നല്ല. നിങ്ങളൊരു തരളിതമായ ഭാവത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് ഒരു താല്പര്യം വരും. ഇതൊരു ചാഞ്ഞു കിടക്കുന്ന മരമാണ് എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ശ്രമങ്ങൾ നടത്തും. അത് പുരുഷന്മാരുടെ ഒരു രീതിയാണ് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിനാൽ അവർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങളോട് മെസ്സേജ് അയച്ചുകൊണ്ട്, എന്തൊക്കെയാണ് സുഖവിവരങ്ങൾ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ നിങ്ങളോട് അടുത്തിടപഴകാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ പാകപ്പെട്ട ഒരു മനസ്സാണ് അവിടെയുള്ളത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാകരുത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, വഖുൽന ഖൗലൻ മഅറൂഫ. അതേസമയം നിങ്ങൾ ഒന്നിച്ച് ഇടപഴകുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് ആളുകളോട് സാമൂഹ്യ ജീവിയാണ് എന്നുള്ള രീതിയിൽ മനുഷ്യന് അന്യരായ സ്ത്രീ പുരുഷന്മാരോട് ഇടപഴകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അവരോട് നിങ്ങൾ മാന്യമായി സംസാരിക്കുക. സോഷ്യലി ആക്സെപ്റ്റഡായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. മഅറൂഫ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ അത്തരം രീതിയിൽ സംസാരിക്കാതിരിക്കുക. വേഷവിധാനങ്ങളിൽ ശ്രദ്ധിക്കുക. അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ആവാതിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾ അവിടെയുള്ളത് പിശാചാണ് എന്നുള്ള പാഠങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്കറിയാം എവിടെയൊക്കെ ഈ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുവോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്തരം സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ അസ്വസ്ഥതകളിലും അമാന്യമായ പ്രവർത്തനങ്ങളിലുമായിരിക്കും എത്തിപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6-7 മിനിറ്റ് മാത്രം വരുന്ന അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഒരു ഖണ്ഡിക സ്ത്രീകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു ഇസ്ലാം കൊണ്ടുവരാൻ പോകുന്ന സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ദീർഘമായ ഒരു ഹദീസിൽ പറയുന്നത്, അദീനോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇസ്ലാം വന്നിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ പ്രദേശത്ത് സുരക്ഷയില്ല എന്നാണോ അദീയ നീ വിചാരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണോ നീ ഇസ്ലാമിൻ്റെ ഫോൾഡിലേക്ക് നീ വരാത്തത്? ഒരു കാലം വരും, അന്ന് ഖാദിസിയയിൽ നിന്ന്, ഇപ്പോഴത്തെ ഇറാഖിലുള്ള ഖാദിസിയയിൽ നിന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ പള്ളിയിൽ വന്ന് നമസ്കാരം അനുഷ്ഠിച്ച് തിരിച്ചു പോകുന്നത് നിനക്ക് കാണാൻ കഴിയും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള അനുഭവത്തെ വിവരിച്ചുകൊണ്ട് അദീ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ
സ്വതന്ത്രമായ വ്യവഹാരങ്ങളും സ്ത്രീകളുടെ സ്വതന്ത്രമായ സാമൂഹ്യ ഇടപെടലുകളും അവർക്ക് ഭയപ്പാടേതുമില്ലാതെ നടത്താൻ കഴിയുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ മാന്യതയുടെ ലക്ഷണമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ അതിന് നിങ്ങൾ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. പക്ഷെ പിശാച് എപ്പോഴും അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന പരിധികളെ മറികടക്കാൻ നമ്മളെ ഇങ്ങനെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായി പിശാച് ഉത്ബോധനം തന്നുകൊണ്ടിരുന്നു. ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്, ഈ അതിരടയാളങ്ങൾ എന്ന് പറയുന്നത് ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണ്. അതിനാൽ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ. ആരാണ് നിങ്ങളോട് നിങ്ങൾ തലമറക്കണമെന്ന് പറഞ്ഞത്? ആരാണ് നിങ്ങളോട് നിങ്ങൾ കണങ്കാലും അതിന് മുകളിലും പ്രദർശിപ്പിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാണ്? നഗ്നത തെറ്റാണ് എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അത് പരിഷ്കാരത്തിനെതിരാണല്ലോ. നിങ്ങളുടെ പരിഷ്കാരം കൂടി വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അളവുകൾ ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അതാണ് പരിഷ്കാരം എന്നുള്ള രീതിയിൽ ഇബ്ലീസ് നിരന്തരമായി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ഉത്ബോധിപ്പിക്കുമെന്നുള്ളത് ആദ്യ മനുഷ്യരെ ഈ ദുനിയാവിലേക്ക് അയക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ആദമിനെയും അവിടുത്തെ ഇണയെയും ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ആ സന്ദർഭത്തെ വിവരിച്ചുകൊണ്ട്, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമു ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. നിങ്ങളുടെ നഗ്നതകൾ പരസ്പരം വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആദ്യ മാതാവിനെയും പിതാവിനെയും എപ്രകാരമാണോ പിശാച് കെണിയിൽ അകപ്പെടുത്തിയത്, പരീക്ഷണത്തിൽ അകപ്പെടുത്തിയത്, അപ്രകാരം നിങ്ങളെ പരീക്ഷണത്തിൽ അവൻ അകപ്പെടുത്താതിരിക്കട്ടെ. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. അവനും അവൻ്റെ അനുചരന്മാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ പിശാചിൻ്റെ അനുയായികൾ നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇസ്ലാമിക വ്യവസ്ഥ ലോകത്തിൻ്റെ പല ഭാഗത്തും നിലവിൽ വന്നതിന് ശേഷം പല മുസ്ലിം രാജ്യങ്ങളിലും ഈ തോന്നലുണ്ടായി. കൊളോണിയലിസത്തിൻ്റെ വരവോടുകൂടി ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയതിൻ്റെ ഫലമായി ഈ തോന്നലുണ്ടായി. 1700കളിലും 1800കളിലും മുസ്ലിം സമൂഹത്തിൽ പലയിടത്തുമുണ്ടായ തോന്നൽ ഫ്രാൻസാണ് നമ്മുടെ മാതൃക. അവരെ നമ്മൾ മാതൃകയാക്കി കഴിഞ്ഞാൽ, അവരുടെ വേഷവിധാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിലെ മുൻഗണനകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അന്തസ്സ് വരും. ഈജിപ്തിൽ, അൾജീരിയയിൽ, തുനീഷ്യയിൽ, തുർക്കിയിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമുള്ള ധാരാളക്കണക്കിന് നാടുകളിൽ അതിൻ്റെ സ്വാധീനമുണ്ടായി. 300 കൊല്ലം കഴിഞ്ഞ് രാഷ്ട്രീയ കൊളോണിയലിസത്തിൻ്റെ 75 കൊല്ലം കഴിഞ്ഞു പോയതിനു ശേഷവും അതിൽ നിന്ന് മുക്തമാകാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ വരികയും അങ്ങനെ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ഒഴിവാക്കി പാശ്ചാത്യരെ അനുകരിച്ച് തങ്ങൾക്ക് ജീവിതത്തിൽ അന്തസ്സുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയിൽ അവർ അകപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോൾ പോലും തലമറക്കുക എന്നുള്ളത് പിന്നാക്കാവസ്ഥയുടെ അടയാളമായി മനസ്സിലാക്കപ്പെടുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നമ്മൾ താരതമ്യേന ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 190 കൊല്ലക്കാലത്തെ നിരന്തരമായ ബ്രിട്ടീഷ് പ്രബോധനവും പ്രചാരണവും ഇവിടെ നടന്നു കഴിഞ്ഞതിന് ശേഷവും മുസ്ലിങ്ങൾ അവരുടെ സാംസ്കാരികമായ കൊടിയടയാളങ്ങളിൽ നിന്ന് കൊളോണിയൽ ശക്തികൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച വളരെ പോസിറ്റീവായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് കേവലം മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അങ്ങനെ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല. സ്ത്രീകൾ എങ്ങനെ പുരുഷന്മാരോട് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഒന്നിച്ചിടപഴകാൻ കഴിയും, അങ്ങനെ ഇടപഴകുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഡസ്ട്രികളിൽ സ്ത്രീകളും പുരുഷന്മാരും യാതൊരു വിവേചനവുമില്ലാതെ അടുത്തിടപഴകുന്ന അവസ്ഥയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫീൽഡുകളിലൊന്നാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മളിൽപ്പെട്ട ആളുകളെയൊക്കെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. കാരണം അതിന് കിട്ടുന്ന ഒരു താരപരിവേഷം, അതിന് കിട്ടുന്ന ഒരു ആരാധക വൃന്ദം എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഒരു ഏരിയയാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ അവസാനം തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ നമ്മളോട് പറയുകയാണ്, അല്ല, സ്ത്രീകൾക്ക് ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യമല്ല അവിടെ കിട്ടിയത്. എന്തായിരുന്നോ പുരാതനമെന്നും പഴഞ്ചനെന്നും ആളുകൾ പറഞ്ഞിരുന്ന ആളുകൾ സിനിമ പോലുള്ള മേഖലകളിലേക്ക് സ്ത്രീകളായ ആളുകളും പുരുഷന്മാരായ ആളുകളും യാതൊരു വ്യവസ്ഥയും കൂടാതെ അടുത്തിടപഴകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണോ ആളുകൾ ഭയപ്പെട്ടുകൊണ്ടിരുന്നത്, ആ ഭയപ്പാട് കേവല ആശങ്ക മാത്രമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് പറയുന്നത്.
സാധാരണ നമ്മുടെ വീടകങ്ങളിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലാണ് ആ മേഖലയിൽ കാര്യങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇത് വെറുതെയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു എന്താണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കാതെ, അവൻ്റെ സന്ദേശത്തിൻ്റെ പ്രകാശമില്ലാതെ പോകുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഔക ഉലുമാത്തിൻ ഫി ബഹരി ലുജി. ഇതിന് തൊട്ടു മുമ്പത്തെ ആയത്തിൽ മരീചികയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് പറഞ്ഞിരുന്നു. വെള്ളമാണ് എന്ന് വിചാരിച്ച് മരീചികകൾക്ക് പിറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഉപമയായി അള്ളാഹു പറയുകയാണ്, അല്ലെങ്കിൽ അവൻ കടലിലകപ്പെട്ട ഒരാളെ പോലെയാണ്. യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ്. അങ്ങനെ തിരമാലകൾക്ക് മേൽ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടിൻ്റെ, ജാഹിലിയത്തിൻ്റെ, ഇസ്ലാം വിരുദ്ധതയുടെ ഇരുട്ടുകൾ ഇങ്ങനെ വന്ന് അയാളെ മൂടിക്കൊണ്ടിരിക്കുന്നു. മിൻ ഫൗഖിഹി സഹാബ്. അതിന് മുകളിൽ മേഘങ്ങളുടെ ഇരുട്ടും അയാളുടെ മുകളിൽ വരുന്നു. ഉലുമാത്തും ഫൗഖ ബഅ്ലുഹ ഉലുമാത്തും ബഅ്ലുഹ ഫൗഖ ബഅ്ലിൻ ഇദാ അഖ്റജ യദഹു ലം യഖദി യറാഹ. അങ്ങനെ ഇരുട്ടിനെ മേൽ ഇരുട്ട് വന്ന് മൂടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കി സ്വന്തം കയ്യിൻ്റെ വെള്ളയെങ്കിലും കാണാനാകുമോ എന്ന് വിചാരിച്ച് കൈ ഉയർത്തിയിട്ട് അത് കാണാൻ പോലും കഴിയാത്ത വിധമുള്ള ഇരുട്ടിന് മേൽ ഇരുട്ടിൽ അവരകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമല്ലം യജാലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചമില്ലാത്ത ആളുകൾക്ക് ഒരു വെളിച്ചവുമില്ല. കാരണം അവർ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാന്യതയാണ്. കുടുംബങ്ങൾക്കകത്ത്, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾക്കകത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാരതന്ത്ര്യമാണ് എന്നവർ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയുടെ ഒരു ഹദീസ് ഉണ്ട്, നമ്മളെല്ലാവരും പഠിക്കുന്ന, ഇന്നൽ ഹലാല ബയ്യിൻ വൈനൽ വൽ ഹറാമ ബയ്യിൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ എന്ന് പറയുന്ന ഹറാം വ്യക്തമാണ്, ഹലാൽ വ്യക്തമാണ്. പക്ഷെ അവയ്ക്കിടയിൽ ചില കാര്യങ്ങളുണ്ട്, അവ്യക്തമായ ചില കാര്യങ്ങൾ. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. അവരിൽ അധിക ജനങ്ങളും അറിയുന്നില്ല. ഫമനിത്തഖ ശുബ്ഹാത്തി ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർളി. വളരെ അർത്ഥവത്താണ് ഈ ഹദീസിൻ്റെ ഈ ഭാഗം. സംശയാസ്പദമായ സംഗതികളിൽ നിന്ന് ആര് വിട്ടു നിൽക്കുന്നുവോ അവരുടെ ദീനും അവരുടെ അഭിമാനവും സംരക്ഷിക്കപ്പെടും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഇസ്ലാമിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അന്യ ലിംഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇടപഴകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ സംശയത്തിന് ഇടയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഇതാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, എന്താണ് കുഴപ്പം, നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദുരുദ്ദേശമൊന്നുമില്ലല്ലോ എന്നുള്ളത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോലെ സമൂഹത്തെ കൂടി അത് ബോധവൽക്കരിക്കേണ്ടുന്ന ബാധ്യതയുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. 3 ആളുകളാണല്ല 15 ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇക്ക അതിലുണ്ടോ, എൻ്റെ ഏട്ടൻ അതിലുണ്ടോ, അവരെ ഒഴിവാക്കിക്കൊണ്ടാണോ ഈ 3 ആളെക്കുറിച്ചും 15 ആളെക്കുറിച്ചും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെ അന്തസ്സും മുഴുവൻ ആളുകളുടെ മാന്യതയും ആളുകൾ സംശയിച്ച് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. കാരണം സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നില്ലെങ്കിൽ നിങ്ങളുടെ അന്തസ്സ് അപകടത്തിൽപ്പെടും, നിങ്ങളുടെ മാന്യത ആളുകൾ സംശയിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. കഴിഞ്ഞ 4-5 വർഷമായി പൈശാചികമായ പ്രബോധനങ്ങൾ നിരവധിയായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം ജെൻഡർ ന്യൂട്രലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന പുരോഗതിയുടെ അടയാളമായി ആൺപെൺ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റുകളും ബാത്റൂമുകളും ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചാരം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന് മുന്നിൽ 2019 ഡിസംബർ എന്ന് പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ അളവിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു റിപ്പോർട്ട് വന്നിട്ട് എന്തേ ആ വിഷയത്തിൽ നടപടിയെടുക്കാത്തത്? ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ.
സർക്കാർ നമ്മൾ പറയുന്നത് ഒരു പ്രത്യേകമായ പാർട്ടിയെക്കുറിച്ചോ ഒരു പ്രത്യേകമായ വ്യക്തികളെക്കുറിച്ചോ അല്ല. ഫോറിൻ ഫണ്ട് കിട്ടുന്നു എന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ ക്രമത്തെ മുഴുവൻ ഭൗതികതയുടെ ലിബറലിസത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ മാന്യതയുടെ മുഴുവൻ അംശങ്ങളും ഇല്ലാതാക്കുന്ന വിധത്തിൽ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും നമ്മുടെ +2 വിദ്യാർത്ഥികളെയും ആൺ പെൺ വ്യത്യാസമന്യേ അടുത്ത് ഇടപഴകി പെരുമാറാൻ പാകത്തിൽ പഠിപ്പിക്കുന്ന ഒരു സർക്കാരിന് മുന്നിൽ 5 വർഷം മുമ്പ് ഇത്രമാത്രം ഭീകരമായ ഒരു റിപ്പോർട്ട് വന്നിട്ട് അതിനെതിരിൽ ഒരു നടപടിയെടുക്കാൻ പോലും കഴിയാതെ ഏറ്റവും അവസാനം ഞങ്ങൾ വീണ്ടും ഉച്ചകോടി നടത്തും, കോൺക്ലേവ് നടത്തുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണോ ചർച്ചകളും സിദ്ധാന്തങ്ങളും സെമിനാറുകളും? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സിനിമാ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും വ്യക്തിജീവിതത്തെ നേർക്കുനേരെ ബാധിക്കണമെന്നില്ല. പക്ഷേ ഇത്തരമൊരു അപകടം ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയുന്ന സർക്കാർ തന്നെ വളരെ മാന്യമായ രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളെ ഇത്തരം വഷളത്തരത്തിലേക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്, മാന്യന്മാരായ സമൂഹത്തിനുണ്ട്. കാരണം പ്രപഞ്ചം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 വ്യത്യസ്തങ്ങളായ അസ്തിത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അവർ തമ്മിൽ പരസ്പരം ആകർഷണം തോന്നണം. കാരണം ആ ആകർഷണം തോന്നലിലാണ് മനുഷ്യ വംശാവലിയുടെ നിലനിൽപ്പ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്വസ്ഥമായ ഒരു സാമൂഹ്യ ജീവിതം മുഴുവൻ ആളുകൾക്കും സാധ്യമാവണമെന്നുണ്ടെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. ആ സാമൂഹ്യ ജീവിതത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് അയൽക്കാരൻ്റെ ഭാര്യയോട് അവിഹിതമായ ബന്ധമുണ്ടാവുക എന്നുള്ളത് വൻപാപങ്ങളിൽ പെട്ടതായി ഇസ്ലാം എണ്ണിയത്. കാരണം അത് സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിവേരറുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട്. അതിനാൽ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്ന് നടിച്ചുകൊണ്ട് കൃത്രിമമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മുഖത്തേറ്റ അടിയാണ്. അവരുടെ കാപട്യങ്ങളെ വെളിപ്പെടുത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളറിയണം. അല്ലാതെ നാട്ടിൽ ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിലേ നമ്മൾക്കറിയാമല്ലോ ഈ ഫീൽഡ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്ന് വിചാരിച്ച് സ്വസ്ഥമായി സമാധാനപൂർവ്വം കിടന്നുറങ്ങേണ്ടവരല്ല നമ്മൾ. കേവലം സാങ്കേതികതയിൽ നിന്നുകൊണ്ട് ഇതിൽ കേസെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയമെന്ന് പറയുന്നത്. പകരം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ പിശാചിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന പൈഡ് പൈപ്പർമാരായി നമ്മുടെ സർക്കാർ സംവിധാനം തന്നെ മാറുമ്പോൾ അതങ്ങനെ മാറിക്കൂടാ എന്നും നമ്മുടെ സമൂഹം നിലനിൽക്കുന്ന മൂല്യവത്തായ ചില അടിസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതും ഓർക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി സംഭവിച്ചിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരായ മുഴുവൻ ആളുകളുടെയും അന്തസ്സും മാന്യതയും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇത് അള്ളാഹു ആഗ്രഹിക്കുന്ന സാമൂഹ്യമായൊരവസ്ഥയല്ല. കാരണം അവൻ്റെ സൃഷ്ടികൾ ഒരാളുടെ പോലും അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് കരുണാവാരിധിയായ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിനാലാണ് ചില നിയന്ത്രണങ്ങളെക്കുറിച്ച് അവൻ നമ്മോട് പറഞ്ഞത്. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പുനരാലോചനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാനുള്ള സമയമാണ്. നമ്മുടെ കരിയറിൻ്റെ ഓപ്ഷൻ എന്താണ് എന്ന് ആലോചിക്കാനുള്ള സമയമാണ്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആളുകൾ അവരുടെ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ഒഴിവാക്കി നേരത്തെ അവർ ഉണ്ടാവാതിരുന്ന മേഖലകളിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ സെക്കുലർ മീഡിയകളിൽ നിന്ന്, ലിബറൽ മീഡിയകളിൽ നിന്ന് വലിയ ആഘോഷമാണ് നടക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്, ഒരാൾ കൂടി പൈശാചികമായി ഈ വഴിയിലേക്ക് വന്നല്ലോ എന്ന്. പക്ഷേ മുസ്ലിം സമൂഹം പല മേഖലകളോടും പുലർത്തിയ ഒരു അകലം, ഒരു സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല എന്നാണ് ഇത്തരം സന്ദർഭങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ സ്വാഭാവികമായും സംസ്കാരമെന്ന് പറയുന്നത്, സാംസ്കാരികമായ പ്രവർത്തനമെന്ന് പറയുന്നത് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ മുഴുവൻ മേഖലകളിലും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മാന്യമായി നടക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. മുമ്പില്ലാത്ത വിധം മീ ടു ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
കുടുംബങ്ങളിൽ പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ദീൻ നിർദ്ദേശിച്ച ചില നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും അവ പാലിക്കാറില്ല. അതിന് നമ്മൾക്ക് ന്യായങ്ങളുണ്ടാകും. അങ്ങനെ നോക്കിയാൽ എങ്ങനെയാണ് നടക്കുക? അവർ ആങ്ങളെയെപ്പോലെയാണല്ലോ എന്ന്. അപ്പോഴും നമ്മൾ ആങ്ങളെയെപ്പോലെ എന്നാണ് പറയുക, ആങ്ങളയല്ലാത്ത ഒരാൾ. ഇനി ആങ്ങളയാണെങ്കിൽ പോലും പിതാവാണെങ്കിൽ പോലും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഇടപഴകലിന് ഇസ്ലാം പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മഹറമായ ആളുകൾക്കിടയിൽ പോലുമുള്ള ബന്ധങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങൾ തന്നെ, കുടുംബത്തിൻ്റെ അകങ്ങൾ തന്നെ പലപ്പോഴും പീഡനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ മുമ്പ് കാലത്ത് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അതിനാൽ 25-30 കൊല്ലം കഴിഞ്ഞ് അന്ന് ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ, നമ്മുടെയൊന്നും മാന്യതയും അന്തസ്സും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ നിർദ്ദേശിച്ചിരുന്ന നിയന്ത്രണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പാലിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളൊരു പഠന മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാൻ സാധ്യമാണോ എന്നത് സംബന്ധിച്ച ആലോചനകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാവർക്കും എല്ലാം പറ്റും എന്നുള്ളൊരു രീതിയല്ല അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലുള്ള ഈ ഇടപഴകലിന് പരിധികൾ നിർണ്ണയിക്കുന്ന, പരിധികൾ നിശ്ചയിക്കുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. പക്ഷെ പലപ്പോഴും തൊഴിലിടങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നതല്ല എന്നതിനാൽ അത്തരം തൊഴിലിടങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് കമ്പനികളുടെ മാത്രമല്ല വ്യക്തികളുടെ തന്നെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അത്തരം ചില പാഠങ്ങളും ചില ആലോചനകളുമാണ് ഇത്തരം റിപ്പോർട്ടുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം തരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രകാലം നമ്മളോട് പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടത്തപ്പെട്ട മുഴുവൻ സംസാരങ്ങളും പുരുഷ കേന്ദ്രീകൃതമായിരുന്നു എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. പുരുഷൻ്റെ കാഴ്ചയ്ക്കനുസരിച്ച്, പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, പുരുഷൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെ നിശ്ചയിച്ച് യഥാർത്ഥത്തിലുള്ള പാരതന്ത്ര്യം സ്വാതന്ത്ര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ അടിക്കല്ലിളക്കുന്ന രീതിയിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒഴുക്കിൻ്റെ പിറകിൽ പോകേണ്ടതല്ല നമ്മുടെ ജീവിതം. ചപ്പുചവറുകളായിക്കൂടെ നിങ്ങൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ വിശദമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എത്രത്തോളം സ്ത്രീ സൗഹൃദപരമാണ് നമ്മുടെ തൊഴിലിടങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊഴിലുകൾ, അവയുടെ ഇടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏൽക്കേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ, അവയിൽ എത്രത്തോളം നമ്മളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാന്യതകൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ബാധ്യത യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക്, എൻ്റർപ്രൈസുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാറ്റിനും മുകളിലായി നമ്മുടെ അന്തസ്സ് പാലിക്കപ്പെടുന്ന, അന്തസ്സ് എപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയോ ഉണ്ടാവണം എന്നുള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. അപ്രകാരം സ്വന്തം മാന്യതയും അന്തസ്സും സംരക്ഷിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നിശ്ചയിച്ചു തന്ന നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.